ഒരിക്കൽ ഒരു വലിയ നഗരത്തിൽ ജീവിച്ചിരുന്ന സമ്പന്നനായൊരു മനുഷ്യൻ തന്റെ വീടിനു മുന്നിലായി വളരെ മനോഹരമായൊരു പൂന്തോട്ടം വെച്ചുപിടിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിലകൂടിയ ചെടികളും പൂക്കളും അദ്ദേഹം അവിടെ നട്ടുപരിപാലിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോട്ടത്തിലൊരു കാര്യം ശ്രദ്ധിച്ചു. തോട്ടത്തിന്റെ ഒരു വശത്തായി നിന്നിരുന്ന ഒരു വലിയ റോസാച്ചെടിക്ക് കടുത്ത മുള്ളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വശത്തുണ്ടായിരുന്ന ഒരു വലിയ വേപ്പുമരത്തിന്റെ ഇലകൾക്ക് കടുത്ത കയ്പായിരുന്നു. അദ്ദേഹത്തിനിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചിന്തിച്ചു, എന്റെ ഇത്രയും മനോഹരമായ തോട്ടത്തിൽ എന്തിനാണ് ഈ കയ്പുള്ള ഇലകളും കുത്തുന്ന മുള്ളുകളും? ഇത് തോട്ടത്തിന്റെ ഭംഗി കളയുന്നു. അദ്ദേഹം ഉടൻ തന്നെ തോട്ടക്കാരനെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി. നീ എങ്ങനെയെങ്കിലും ആ റോസാച്ചെടിയിലെ മുള്ളുകളെല്ലാം വെട്ടിമാറ്റണം. അതുപോലെ തന്നെ ആ വേപ്പുമരത്തിനു മധുരമുള്ള വെള്ളവും വളവും നൽകി അതിന്റെ ഇലകളുടെ കയ്പ് പൂർണ്ണമായും മാറ്റണം. തോട്ടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യജമാനനെ, അത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ്. റോസാച്ചെടിയുടെ ഭംഗി അതിന്റെ മുള്ളുകൾക്കൊപ്പം നിൽക്കുമ്പോഴാണ്. വേപ്പിന്റെ ഗുണം അതിന്റെ കയ്പിലാണ്. അവയെ മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ശാഠ്യക്കാരനായ ആ മനുഷ്യൻ അത് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം നിർബന്ധപൂർവ്വം റോസാച്ചെടിയുടെ മുള്ളുകളെല്ലാം അറുത്തുമാറ്റി വേപ്പുമരത്തിന്റെ വേരുകൾ മുറിച്ച് അവിടെ മധുരമുള്ള ലായനികൾ ഒഴിച്ചു. അധികം വൈകാതെ തന്നെ ആ റോസാച്ചെടി കീടങ്ങളുടെ ആക്രമണം കാരണം ഉണങ്ങിപ്പോയി. കാരണം അതിന്റെ പ്രതിരോധ കവചമായ മുള്ളുകളാണ് നഷ്ടപ്പെട്ടത്. കയ്പുമാറാനായി വേരുകൾ മുറിച്ച വേപ്പുമരമാകട്ടെ പൂർണ്ണമായും ജീവനറ്റ് നിലംപൊത്തി. അപ്പോഴാണ് തന്റെ അറിവില്ലായ്മ കാരണം മനോഹരമായ 2 ജീവനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് ആ മനുഷ്യന് മനസ്സിലായത്. മറ്റുള്ളവരെ അവരുടെ വ്യക്തിത്വത്തോടെയും കുറവുകളോടെയും അംഗീകരിക്കാൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളും ഇതുപോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളിൽ നമുക്കിഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളോ കുറവുകളോ ഉണ്ടായേക്കാം. അവരെ പൂർണ്ണമായും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ആ ബന്ധം തന്നെ എന്നേക്കുമായി ഇല്ലാതായിപ്പോകും. ഒരു റോസാപ്പൂവിനെ സ്നേഹിക്കുന്നവർ അതിന്റെ മുള്ളുകളെ കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. മനുഷ്യരെ അവരുടെ നന്മയോടും കുറവുകളോടും കൂടെ ചേർത്തു നിർത്തുക. അനാവശ്യമായ മാറ്റങ്ങൾ ബന്ധങ്ങളെ തകർക്കും. അംഗീകരിക്കലാണ് സ്നേഹത്തിന്റെ ആദ്യത്തെ പടി.